വളരെ ശക്തമായ നിലയിൽ തന്നെ ഒരു പ്രതിഷേധം അവതരിപ്പിക്കുകയാണ്. ദില്ലിയിലെത്തി കർണാടക സർക്കാർ, മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ ഇന്ന് സമരം ചെയ്യുകയാണ്. നാളെ ഇതേ വേദിയിലാണ്, ഇതേ ജന്തർ മന്ദറിലാണ് കേരളത്തിൻ്റെ സമരം കുറേ കൂടി വിപുലമായ ദേശീയ മാനമുള്ള ഒന്നായി മാറുകയാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ സഹകരണം കേരളം സംസ്ഥാനം എന്ന നിലയിൽ ഈ രാഷ്ട്രീയ സമരത്തിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായ പിന്തുണ ആ നിലയിൽ പലരും അറിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് DMK, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ കേരളത്തിൻ്റെ സമരത്തിലേക്ക് അവരുടെ പങ്കാളിത്തം ഉണ്ടാകും. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രിയും പങ്കെടുത്തേക്കാം എന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ RJD, SP, അതുപോലെ എല്ലാ പാർട്ടികളുടെയും, പല പാർട്ടികളും ഇപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശരത് പവാർ, NCP അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ കേരളം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്ഷണം അവരിലേക്കൊക്കെ പോയിട്ടുണ്ട്. വളരെ അനുഭാവപൂർവമായ ഒരു പരിഗണന, പിന്തുണ, ഐക്യദാർഢ്യം ഈ വിവിധ പാർട്ടികളിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. കേരളത്തിൻ്റെ സമരം ഇന്ന് കർണാടകത്തിൻ്റെ സമരത്തിൽ നിന്ന് കാണുന്നതിനപ്പുറത്തേക്കുള്ള അതിൻ്റെ ഒരു വലിയ മാറ്റം അതുതന്നെയായിരിക്കും. കേരളത്തിൻ്റെ ഒരു പ്രശ്നത്തെ യോജിക്കാവുന്ന മുഴുവൻ പാർട്ടികളെയും സംസ്ഥാനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മോദി സർക്കാരിൻ്റെ ഫെഡറൽ അന്തസ്സത്തയ്ക്ക് നിരക്കാത്ത വിധം സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സമീപനത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലയിൽ എങ്ങനെ ഒരു ദേശീയ സമരം കേരളത്തിൻ്റേതായി രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞു. ഇപ്പോൾ നവകേരള സദസ്സ് എന്ന പരിപാടിയിലൂടെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്തത് കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിലും എത്തി ജനങ്ങളോട് കേരളം അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ കാരണങ്ങൾ വിശദീകരിക്കുക എന്ന് തന്നെയായിരുന്നു. നവകേരള സദസ്സിൻ്റെ പലവിധ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുതന്നെയായിരുന്നു. അത് 140 മണ്ഡലങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് ദില്ലിയിലേക്ക്. ഇതിനിടയിൽ കേരളം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകി, പരാതി നൽകി കേന്ദ്ര സർക്കാരിനെതിരെ. അത് കഴിഞ്ഞതായി ഇപ്പോൾ ദില്ലിയിൽ എത്തി ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം മാറിയിരിക്കുന്നു. ആ തീരുമാനമൊക്കെ വന്ന് മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് ഒരു നിവൃത്തിയുമില്ലാതെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ഇപ്പോൾ ഈ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. നാളെ DMK MPമാർ കറുത്ത വേഷമണിഞ്ഞ് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പാർലമെൻറ്റ് വളപ്പിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധമറിയിക്കും. അതിനുശേഷം കേരളത്തിൻ്റെ സമരത്തിന് പിന്തുണ അറിയിച്ച് DMKയുടെ സാന്നിധ്യമുണ്ടാകും. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ പിന്തുണ കൂടിയുണ്ടാവണം എന്ന കേരളത്തിൻ്റെ പൊതു അഭ്യർത്ഥന കൂടിയാണ് കേരളത്തിൻ്റെ നാളത്തെ സമരത്തെ അതിനൊരു ദേശീയമാനം കൈവരുന്നത്. ആ നിലയിലുള്ള പരിഗണന ഇപ്പോൾ കപിൽ സിബൽ, വളരെ പ്രധാനപ്പെട്ട നേതാവ്, ദേശീയ തലത്തിലെ കപിൽ സിബലിൻ്റെ പിന്തുണ കേരള സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പൊതു സാഹചര്യം. ആ വലിയൊരു സമരത്തിലേക്ക് കേരളം നാളെ പോകുന്നതിന് മുമ്പ് കർണാടകയുടെ സമരം ഇന്ന് ജന്തർ മന്ദറിൽ നടക്കുന്നു എന്നുള്ളതാണ് വിഷ്ണു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ച. അതിലേക്ക് ജന്തർ മന്ദർ ഒരുങ്ങുകയാണ് അല്ലേ? ശരത്ത്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ 2 ദിവസങ്ങളിലും രാജ്യതലസ്ഥാനം കാണാൻ പോകുന്നത്. അതിന് വേദിയാകുന്നതാണ് ഈ ജന്തർ മന്ദർ. ഇന്ന് കർണാടകം സമരം നടത്തുന്നു. അതോടൊപ്പം തന്നെ നാളെ കേരളത്തിൻ്റെ സമരമാണ്. കേരളത്തിൻ്റെ സമരത്തിലേക്ക് നിരവധി പ്രതിപക്ഷ പാർട്ടികൾ കൂടി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ആം ആദ്മി, DMK, വൈക്കോ, ഇത്തരം പാർട്ടികളെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ പിന്തുണ അറിയിച്ചുകൊണ്ട് നാളെ കേരളത്തിൻ്റെ സമരത്തിലേക്ക് പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, അതോടൊപ്പം തന്നെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ കേരളം നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു തരത്തിൽ പോലും ദേശീയ തലത്തിൽ വലിയ ഒരു രാഷ്ട്രീയ മാനം കൂടിയാണ് കേരളം നടത്തുന്ന സമരത്തിനുള്ളത്. കർണാടകമായാലും കേരളമായാലും മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളായാലും കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവഗണനയ്ക്കെതിരെ തന്നെ കൃത്യമായിട്ടൊരു സമരമാണ് ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് സമരമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട് സമരം നടത്തുന്നു. തമിഴ്നാട് ഈ വരുന്ന നാളെ തന്നെയാണ് തമിഴ്നാടിൻ്റെ സമരം നടക്കുക. തമിഴ്നാട്ടിൽ നിന്നാൽ DMK MPമാർ കറുത്ത വസ്ത്രമണിഞ്ഞ് പാർലമെൻറ്റിൽ പ്രതിഷേധിക്കും. അതിനുശേഷം കേരളത്തിൻ്റെ സമരപ്പന്തലിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയാണ് സമരം നടക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 11 മണിയോട് കൂടിയാണ് കർണാടകയുടെ സമരം നടക്കുക. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാർ, MLCമാർ, MLAമാർ എല്ലാവരും ഈ ഒരു സമര വേദിയിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ മറ്റ് ചില നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെയും ഇവർ സമരത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമരം നടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. കേരളം ഇത്തരത്തിൽ വളരെ മുന്നേ തന്നെ ഒരു സമരം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകുമ്പോൾ അവിടെ കേരളത്തിൻ്റെ സമരത്തോട് മുഖം തിരിച്ചിരിക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് നേതൃത്വം, അതായത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു. അതിന് ശേഷം ആ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു. പക്ഷേ കർണാടകയിലേക്ക് എത്തുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ശക്തമായിട്ടൊരു സമരം നടത്താനായിട്ട് ഇത്തരത്തിൽ കോൺഗ്രസ് അവിടെ കേന്ദ്രത്തിനെതിരെ നിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് ഇരട്ട നിലപാട്, കേരളത്തിൽ ഒരു നിലപാടും കർണാടകയിലേക്ക് എത്തുമ്പോൾ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ദേശീയ നേതാക്കൾ കൂടി ഇങ്ങോട്ടേക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ എത്തും. ആ ദേശീയ നേതാക്കളെ പോലും നാളത്തെ കേരളത്തിൻ്റെ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അവിടെയാണ് കോൺഗ്രസിൻ്റെ കേരള നേതാക്കളുടെ ഒരു നിലപാട് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ വെട്ടിലായത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. കാരണം തൊട്ടപ്പുറത്ത് കർണാടക സർക്കാർ സമരം ചെയ്യുന്നു. കർണാടക സർക്കാർ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ പിന്തുണയ്ക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിൽ നിന്നുള്ള മലയാളിയായിട്ടുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ, അതുപോലെ KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കേണ്ടത്. ഈ ബാനർ നോക്കിയാൽ അറിയാം വിഷ്ണു, വി ഡിമാൻഡ് ഫെയർ ഷെയർ. ഇത് തന്നെയല്ലേ കേരളവും ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം, സമരവാചകം അതല്ലേ, മുദ്രാവാക്യം അതല്ലേ, വി ഡിമാൻഡ് ഫെയർ ഷെയർ. മോദി സർക്കാരിൻ്റെ കീഴിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടുന്ന ശക്തമായിട്ടുള്ള ശരിയായ നീതിയുക്തമായ ധനവിഹിത വിതരണമുണ്ടാകുന്നില്ല എന്ന പ്രശ്നം തന്നെയാണ് കർണാടക ഗവൺമെൻറ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ജസ്റ്റിസ് ഫോർ കർണാടക എന്ന ഏറ്റവും ശക്തമായിട്ടുള്ളൊരു വാചകം, ഏറ്റവും ശക്തമായ ഒരു വാദവുമായി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിഷ്ണു നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. കാരണം ഈ സമരത്തെ രാഷ്ട്രീയമായി അവർക്ക് പിന്തുണച്ചേ പറ്റൂ. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഈ സമരത്തിൽ നേരിട്ട് വന്ന് പങ്കാളിത്തം അറിയിച്ച് ഐക്യദാർഢ്യം അർപ്പിക്കേണ്ട നിലയിൽ ഒരു സാഹചര്യമുള്ളയാളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പക്ഷേ കേരളത്തിൻ്റെ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനോ KPCC പ്രസിഡന്റിനോ ഈ സമരത്തിൽ പങ്കുചേർന്ന് പിന്തുണ അർപ്പിക്കാനാകുമോ എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടതാണ്. ഇന്നത്തെ കർണാടകത്തിൻ്റെ സമരത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റ് പങ്കെടുക്കുമോ? കേരളത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൻ്റെ സമരത്തിനോട് പങ്കെടുക്കുന്നില്ല, സഹകരിക്കുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാട് എടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നയാളാണ് നിസ്സംശയം പറയാം AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാൽ ഇന്ന് കർണാടകത്തിൻ്റെ ഈ സമരത്തിൽ പങ്കാളിയാവുക കൂടി ചെയ്താൽ കേരളത്തിലെ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലാവുകയും ചെയ്യും. കാരണം സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു ആവശ്യത്തോട് രാഷ്ട്രീയമായ, ഇപ്പോൾ ഈ സർക്കാരിനോടുള്ള ഇടതുവിരോധം, മാർക്സിസ്റ്റ് വിരോധം എന്ന ഒരൊറ്റ അജണ്ടയിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യത്തോട് വിയോജിക്കുക എന്ന് പറയുന്നതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ആ ഒരു നിലപാടിലൂടെ വെട്ടിലായ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കർണാടകം കൂടി ഈ സമരരംഗത്തേക്ക് വന്നത് കോൺഗ്രസിനെ വലിയ നിലയിൽ ബാധിച്ചിട്ടുണ്ട്, കേരളത്തിലെ കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ധനകാര്യമന്ത്രി പറയാറുണ്ട്, ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം വളരെ ശക്തമായി മോദി സർക്കാരിനെതിരെ പല കാര്യങ്ങളിലും നിലപാട് സ്വീകരിക്കുന്നുണ്ട്, സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ. പക്ഷേ കേരളത്തിലെ നേതാക്കൾ ആ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന വിമർശനം നിലനിൽക്കെയാണ് കർണാടകം സമരം ചെയ്യുന്നത്. കർണാടകവും ഇതേ ആവശ്യം, കേരളം ഉന്നയിച്ച് ഇതേ ആവശ്യം ഉന്നയിക്കുന്നതോടെ ആണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലാവുന്നത്, വെട്ടിലാവുന്നത്. സ്വന്തം നാട്ടിലെ ജനങ്ങളോട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നേരിടുന്നുണ്ട്. രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ KV തോമസ് പറഞ്ഞത് ആ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയൂ എന്നാണ്.